ഹലോ വീസ്, എന്തൊക്കെയുണ്ട് വിഷയം? സുഖമല്ലേ? സ്വർണ്ണവില നന്നായിട്ട് കുറഞ്ഞെന്ന് പറയുമ്പോൾ എന്താവും? ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇനിയും കുറയാൻ ചാൻസ് ഉണ്ടോ ചോദിക്കുന്നുണ്ട്. ചാൻസ് കുറവാണ് കേട്ടോ. വില കൂടാൻ തന്നെയാണ് എപ്പോഴും ചാൻസ് ഉള്ളത്. വില കുറയാനുള്ള ചാൻസ് അങ്ങനെ ഇല്ല. ഇത് നോക്കണ്ട, ഇത് ഞാൻ എപ്പോഴും പറയുന്നത് താൽക്കാലിക പ്രതിഭാസം. നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, ഒരു 55 ആയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് അത് കയറി കയറി പോയി. 58 വന്നല്ലേ, 59 അടുത്തെത്തിന്. ഇന്നത്തെ റേറ്റ് വരുന്നത് 56,640, 56,640. ഓക്കെ. അതുപോലെ ഗ്രാം എന്ന് പറയുമ്പോൾ 7080, 7080. ഇനിയും കൂടാൻ ചാൻസ് ഉണ്ട്, കുറയാൻ ചാൻസ് വളരെ കുറവാണ്. മേ ബി എന്തോ താൽക്കാലികത്തിൻ്റെ ഒരു പ്രതിഭാസം എന്ന് നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെയുള്ള സംഭവമാണ്. എന്തായാലും കൂടും, കുറയല്ല. അപ്പം ഞാൻ നിങ്ങളോട് പറയുന്നത്, ഈ ഒരു സന്ദർഭം, ഈ ഒരു സാഹചര്യം നിങ്ങൾ മാക്സിമം യൂസ് ചെയ്തോ. ഓക്കെ. അതായത് ഈ ഒരു വില കുറഞ്ഞ സമയത്ത് നിങ്ങൾ ബുക്ക് ചെയ്യാം. ഒരു പകുതി പൈസ, ഇപ്പോൾ ഒരു പൗണ്ട് എടുക്കുന്നുണ്ടെങ്കിൽ അരപ്പവൻ്റെ പൈസ കൊടുത്തിട്ട് ബുക്ക് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ എടുക്കുന്ന സമയത്ത് വില കുറഞ്ഞ് തരും. കൂടിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു റേറ്റിന് തരാൻ പറ്റും, അതായത് ഈ ബുക്ക് ചെയ്ത റേറ്റിന് തരാൻ പറ്റും. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ടൈമാണ്. ഇപ്പോൾ വില കുറഞ്ഞിട്ടുണ്ട്, എന്തായാലും ബുക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ എടുക്കുന്നുണ്ടെങ്കിൽ ഓക്കെ. എടുക്കുന്നില്ല പിന്നെ ടെൻഷൻ വേണ്ട. എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ എടുക്കേണ്ടി വരും. സ്വർണ്ണം എന്ന് പറഞ്ഞെങ്കിൽ ഒരു അസറ്റ് തന്നെയാണ്, യാതൊരു സംശയമില്ല അതിൽ. എന്നും നമുക്ക് അസറ്റായിട്ട്, അതായത് ഇപ്പോൾ വേറെ എന്ത് സാധനം വാങ്ങിയെങ്കിലും അത് വിൽക്കാൻ ഒരുപാട് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. ഞാനിപ്പോൾ പിന്നെ 2 ഫ്ലാറ്റ് ഞങ്ങൾക്ക് വാടക കൊടുക്കാറുണ്ട് നമ്മൾ കാസർഗോഡ് ടൗൺ പ്രദേശത്ത് തന്നെ. അത് പറയാൻ കാരണം പറഞ്ഞാൽ, അത് വാടക കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആൾക്കാർ വരുന്നത് നോക്കുന്നതെല്ലാം ഉണ്ട്. വാടക കൊടുക്കാൻ മാത്രമാണ് കേട്ടോ. ഞാൻ മംഗലാപുരത്തേക്ക് മാറിയിട്ടുണ്ട് ഇൻഷാ അള്ളാ. അതൊക്കെ പറയാനുണ്ട് വിചാരിച്ച് സമയം കിട്ടിയില്ല. മംഗലാപുരം തൊക്കോട് ദർലഘട്ട പോകുന്ന റോഡിൽ ഓക്സിജൻ എന്ന് പറഞ്ഞ ഫ്ലാറ്റിലേക്ക് ചേഞ്ച് ആയിട്ടുണ്ട് ഫാമിലിയായിട്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ താമസിച്ചുകൊണ്ടായിരുന്നു അവിടെ പറഞ്ഞാൽ കാസർഗോഡ് നമ്മുടെ പുലിക്കുന്നിലുള്ള റിവർ റൈൻ റെസിഡൻസി, അടിപൊളിയായിട്ടുള്ള ഫ്ലാറ്റ്. അവിടെ 2 ഫ്ലാറ്റ് ഉണ്ടായിരുന്നു നമുക്ക്. അതിൽ 2ഉം ഞാൻ വാടക വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ച സമയത്ത് അത് വാടക കൊടുക്കാനും കാര്യമൊന്നും കഴിയുന്നില്ല. അപ്പോൾ അതല്ല സ്വർണ്ണം നമുക്ക് ഇപ്പോൾ കൊടുക്കാൻ പറ്റും. അതാണ് സ്വർണ്ണത്തിൻ്റെ പ്രത്യേകത. അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് വേറെ ലെവൽ തന്നെയാണ്. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഗോൾഡ് എന്ന് പറയുന്നത്. അപ്പോൾ മാക്സിമം ഈ ഒരു ടൈം യൂസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മൾ കളക്ഷൻസ്, അതാണ് ഇന്നത്തെ പൊളി കേട്ടോ. ഒന്നൊന്നോരോ കളക്ഷൻസ് പൊളി സാധനം കേട്ടോ. വെറൈറ്റി ഡിസൈൻ ഒക്കെ പറയുന്ന പോലെ ഐറ്റംസ്. എന്താ പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, നമ്മൾ കൊണ്ടുവരുന്ന കളക്ഷൻസ് ഉണ്ടല്ലോ, അഭിമാനത്തോടു കൂടി നമുക്ക് എന്ന് പറയാൻ പറ്റും. അത് ലെവൽ വേറെയാണ്. എന്തോ ഒരു ചേലെന്ന് നമ്മൾ കാസർഗോഡ് ഭാഷയിൽ പറയും. എന്തോ ഒരു ചേലിപ്പ, എന്ത് മൊഞ്ചിപ്പാന്ന് ചെല്ലുന്ന പോലെ. അങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ കളക്ഷൻസ് ഉള്ളത്. എന്താ രസം നോക്കിയെങ്കിലല്ലേ. ബ്ലാക്ക് ആയെങ്കിലും സ്റ്റോൺ, അതുപോലെ വൈറ്റ് സ്റ്റോൺ ആയെങ്കിലും, അതുപോലെ നെവി ബ്ലൂവിൻ്റെ കളക്ഷൻസ്. നെവി ബ്ലൂവിൻ്റെ ഒരു കളക്ഷൻസ് ഞങ്ങൾക്ക് ഇതിൽ കാണിച്ചു തരാനുണ്ട്. എന്താ പറയുക, അതെന്ന് പറഞ്ഞെങ്കിൽ ആന വലിച്ചെങ്കിൽ പൊട്ടലാന്നല്ല ചെല്ലുന്നത് റയ്യ. ഞാൻ പറഞ്ഞു ആനല്ല വലിച്ചെങ്കിൽ പൊട്ടും, പക്ഷേ റുക്സാനെ വലിച്ചെങ്കിൽ പൊട്ടല. ഓക്കെ. അങ്ങനെയുള്ളൊരു കളക്ഷൻസ് ഇന്ന് ഞാൻ കാണിച്ചു തരാനുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഐറ്റംസാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത്. ഓക്കെ. നല്ല രസമുള്ള ഐറ്റംസ്, വെറൈറ്റി സാധനങ്ങൾ. 1 ഗ്രാം തൊട്ട് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ 1 ഗ്രാം 200 മില്ലിൻ്റെ ഐറ്റംസ് ഉണ്ട്. അത് ഡെയിലി വെറൈറ്റി ഇടാൻ പറ്റില്ല, പാർട്ടി വെറൈറ്റി ഇടാൻ പറ്റും. ഡെയിലി വെറൈറ്റി ഇടാൻ പറ്റുന്ന സാധനം ഞാൻ ഇന്ന് കാണിച്ചു തരാം. നമുക്ക് എവിടെ നിന്ന് റുക്കു തുടങ്ങുന്നത് പറയൂ. ഇന്നത്തെ നമ്മളെ വീഡിയോ ലൈറ്റിംഗ് ചെയ്യുന്നത് റുക്സാനാണ്. അതുപോലെ തന്നെ നമ്മൾ വീഡിയോ ഇന്ന് എടുക്കുന്നുള്ളത് റയ്യാനാണ്. റയ്യാനെ പറ്റി പറയുമ്പോഴൊക്കെ ഇപ്പോൾ എന്തോ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, എന്താ പറയുക, എന്തോ ഒരു പഴഞ്ചൊല്ലുന്നത് ഇങ്ങനെ പറയുമ്പോൾ 1000 നാക്ക് എന്നൊക്കെ പറയുന്നത് അല്ലേ. 1000 നാക്കുന്ന, അത് അത്രയും അവളെ പറ്റിയിട്ട് പൊലിയുമ്പോൾ പറയാൻ നമുക്ക് വരുന്നത്. കാരണം അവൾ നമ്മളെ ഇൻസ്റ്റാഗ്രാമിലായെങ്കിലും യൂട്യൂബിലായെങ്കിലും വീഡിയോ ഇടാനും, അതുപോലെ കുത്തിയ വീഡിയോ എഡിറ്റ് ആക്കാനൊക്കെ ഭയങ്കര ഉഷാറാണ്. ഇപ്പോൾ ഓൺലൈനിൽ സർവീസിൻ്റെ കാര്യത്തിൽ നല്ല ഉഷാറാണ്. ഇപ്പം ഞാനിപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ നെക്സ്റ്റ് മന്ത് നമ്മൾ മംഗലാപുരം ഷോറൂമിൽ പോകുമ്പോൾ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മംഗലാപുരത്തേക്ക് പോകാം. പക്ഷേ അവർ കാസർഗോഡ് നിൽക്കണം അല്ലേ, കാസർഗോഡൊക്കെ നിൽക്കുന്നത്. ഓക്കെ, കുഴപ്പമില്ല. അവിടെ ആയാലും ഇവിടെ ആയെങ്കിലും സർവീസിൻ്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയില്ലാതെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നത്. അത് ചെറിയ സമയം കൊണ്ടാണ് ഇവിടെ എത്തിയത്. ഓക്കെ, അതാണ് പ്രത്യേകം പറയേണ്ട കാര്യം. അപ്പോൾ അള്ളാഹ് ഹൈറിലും ബർക്കത്തിലാക്കട്ടെ. അതുപോലെ അവളെ കല്യാണമുണ്ട് നെക്സ്റ്റ് മന്ത് അല്ലേ, നെക്സ്റ്റ് കൊല്ലം. ഓക്കെ, നെക്സ്റ്റ് ഇയർ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് മന്ത് ഡിസംബറായി, ജനുവരി വരാൻ പോകുന്നത്. ഓക്കെ. ഇൻഷാ അല്ലാഹ് തീർച്ചയായും ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് നമ്മുടെ വ്യൂസിൻ്റെ ഭാഗത്തുനിന്ന് എല്ലാ ദുആയും സപ്പോർട്ടും ഉണ്ടാവും. അത് ഹൈറിലാക്കട്ടെ നിങ്ങളെ ഫാമിലി ലൈഫ്. ഓക്കെ. അതുപോലെ തന്നെ നമ്മളെ ലൈറ്റിങ്ങിൽ റുക്കുവിന് പുതിയ പ്ലായിന് അല്ലേ,
ഓളിമാങ്ങൾ വളരെ പെട്ടെന്ന് ഉണ്ടാവും ഇൻഷാ അല്ലാ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എടുത്ത് തുടങ്ങാം. കുറേ നമ്മൾ അങ്ങനെ പേഴ്സണൽ പറഞ്ഞ് നിൽക്കേണ്ട. ഇതാ ഫസ്റ്റ് കാണുന്ന സാധനം കണ്ട 2 ഗ്രാം 910 മില്ലിൻ്റെ ബ്രേസ്ലെറ്റ്. ഇതിൻ്റെ പ്രത്യേകത എന്താ അറിയോ, ഇത് നിങ്ങൾക്ക് ഡെയിലി വെയറായിട്ട് ഇടാൻ പറ്റും. ഓക്കെ, എന്തുകൊണ്ടറിയോ, ഇത് നല്ല സ്ട്രോങ് ഉണ്ട്. ഇതിൻ്റെ ചെയിന് അങ്ങനെ ഡാമേജ് ഒന്നും വരാല്ല, കെയർ ചെയ്യേണ്ട വരും. ഓക്കെ, ഇത് ജസ്റ്റ് ഞാൻ കയ്യിൽ വെച്ചിട്ട് തന്നെ കാണിച്ചു തരാം. ഇത് ആരെ കയ്യിൽ വെക്കുന്നതാണ്? നമുക്ക് റുക്കുവിൻ്റെ തന്നെ കയ്യിൽ വെച്ചെങ്കിലാ. റുക്കു ഒന്ന് കൈ കാണിക്കുമോ? മുഫീല വാ നോക്കിയേ. റുക്ക് ഇപ്പുറത്തെ കൂടിയിട്ട് വാ, നമ്മളെ ഇപ്പുറത്തെ വാ. ഓക്കെ, യെസ്, ഇതാ നോക്കിയേ. ഹുസാനയുടെ കയ്യിൽ വെച്ചിട്ടാകുമ്പോൾ അതിൻ്റെ വർക്ക് കണ്ട നിങ്ങൾ. ഇതിൻ്റെ പ്രത്യേകം ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താ പറയുക, ഇതിൻ്റെ ഇവിടെ എന്താ ഇതിന് കണ്ട നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു ഇത് കണ്ട നെറ്റി ഇത് ഇങ്ങനെ വരുന്നുണ്ട്. ഇതിൻ്റെ കൊളുത്തിൻ്റെ ഇവിടെ ഇങ്ങനെ വരുമ്പോൾ ഒരു രസം വേറെ തന്നെയാണ്. ഇങ്ങനെ ഇതായിട്ട് കിട്ടും അല്ലേ? നല്ലതുണ്ട് അല്ലേ? അടിപൊളി സാധനം, നല്ലതുണ്ട്. ടോപ്പ് വർക്കാണ് കേട്ടോ. അതുപോലെ തന്നെ കുറേ സാധനം ഉണ്ട് കേട്ടോ. ഇതേ ഒരു ഡിസൈനിൽ വരുന്ന കുറേ ഐറ്റംസ് ഉണ്ട്. ഒന്നൊന്നല്ല, കുറേ വെറൈറ്റി ഡിസൈൻ ഉണ്ട്. അപ്പോൾ ഇത് എന്ന് പറയുമ്പോൾ 2 ഗ്രാം 900 മില്ലി, അതായത് 3 ഗ്രാമിന് 90 മില്ലി കുറവുള്ള. അതിൻ്റെ തന്നെ 3 ഗ്രാമിൽ വരുന്ന ഐറ്റംസ് കണ്ട. ഇതിൽ ഫുൾ ഗോൾഡ് ഇതാ നേറ്റി വരുന്ന ഫുൾ ഗോൾഡ്. കാതിൻ്റെ വരുത്തുണ്ടല്ലോ ഇങ്ങനത്തെ. അതിൻ്റെ തന്നെ വേറൊരു ഡിസൈൻ കൂടി വരുന്നുണ്ട്. 3 ഗ്രാം 530 മില്ലി. ഇതിനൊരു ബോളല്ലേ വരുന്നുണ്ട് കേട്ടോ. ഇത് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് വെച്ച മോളെ ഡെയിലി വെറൈറ്റി ഇടാം കേട്ടോ. ഒരു കുഴപ്പമില്ല, ഡെയിലി വെറൈറ്റി ഇടാം. നല്ല ഭംഗിയുണ്ട്, നല്ല രസമാണ് കാണാൻ തന്നെ. അടിപൊളി സാധനം കേട്ടോ. നോക്കിയേ, ഇത് കൊളുത്തിൻ്റെ താഴെ കണ്ട നിങ്ങൾ ഒരു നെറ്റി കണ്ട നിങ്ങൾക്ക് ഇതാ കിട്ടുന്നില്ല മോളെ. അടിപൊളി സാധനം കേട്ടോ, നല്ല രസമാണ്, നല്ല ക്യൂട്ടായിട്ടുള്ള കളക്ഷൻസ്. അതിൻ്റെ തന്നെ വേറൊരു ഡിസൈനുണ്ട്. അത് ഞാനൊരു കാര്യം ചെയ്യാം, ഇതിൽ വാ, ഞാൻ അപ്പോൾ അത് കറക്റ്റ് അതിൻ്റെ ഡിസൈൻ കാണാൻ പറ്റും. ഓക്കെ, നോക്കിയേ കിട്ടുന്നുണ്ട് മോളെ. ഇത് കണ്ട നിങ്ങൾക്ക് ഇപ്പോൾ ഈ കൊളുത്തിൻ്റെ താഴെ ഇത് വന്നു, കൊളുത്തിൻ്റെ താഴെ വന്നിട്ട് അത് മാത്രമായിട്ട് കണ്ട അങ്ങനെ അത് കാണാൻ പറ്റും. അങ്ങനെയാണ് അതിൻ്റെ വർക്കുള്ളത്. ഇതൊരു സ്പെഷ്യൽ ഡിസൈനാണ് കേട്ടോ, സ്പെഷ്യൽ ഡിസൈൻ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ കാണാത്തൊരു ഡിസൈൻ. ഇതുപോലെ കൊച്ചു സൈസിൽ വരുന്ന കുറച്ച് കുട്ടികളുടെ അല്ല, അതിനേക്കാൾ കുറച്ച് മെടുക്കുള്ള കുട്ടികളെ 2 ഗ്രാമിൻ്റെ ഒരെണ്ണം കണ്ടെങ്കിൽ, അതെ 2 ഗ്രാമിൻ്റെ കരിമണി. അടിപൊളി സാധനം അല്ലേ? നെക്സ്റ്റ് നീ ഇതും കൊണ്ട് ഓടിപ്പോവല്ലേ, ഇതിവിടെ വെച്ചു അല്ലെങ്കിൽ ഓക്കെ ഇല്ലടാ, നീ ഓടിപ്പോവല്ലാണ് നമുക്കറിയണം. തമാശ പറഞ്ഞു വിചാരൊക്കെ കേട്ടോ. ഓക്കെ, പിന്നെ നെക്സ്റ്റ് എന്ത് റുക്ക് കാണിക്കുന്നത്? ഇത് കാണിച്ചെങ്കിലാ. ഓക്കെ, 2 ഗ്രാം 300 മില്ലി ഇതിന് തൂക്കമുണ്ട്. ഇത് ഫുൾ ഗോൾഡ് തന്നെയാണ്, കല്ല് വരുന്നില്ല, സ്റ്റോൺ വരുന്നില്ല അല്ലേ? നമുക്ക് ഡെലിവറി ആയിട്ട് ഇടാൻ പറ്റുമോ? ഇത് ഇടാൻ പറ്റുമോ? നോക്കിയേ, പറ്റും, വലിയ കുഴപ്പമൊന്നും വരാല്ല, കെയർ ചെയ്യേണ്ടി വരും. യെസ്. അതുപോലെ 1 ഗ്രാം 970 മില്ലിൻ്റെ കൊച്ചു മിടിക്കുകൾക്കുള്ള, കൊച്ചു കുട്ടികൾക്കുള്ള, കുറച്ച് കുട്ടി എന്ന് പറഞ്ഞാൽ ചെറുതല്ല, ഇച്ചിരി വലുത്, ഒരു 6ാം ക്ലാസ്സിലെല്ലാം പഠിക്കുന്ന കുട്ടികൾക്കെല്ലാം പറ്റില്ല അല്ലേ? 2 ഗ്രാമല്ല, 1 ഗ്രാം 970 ഉള്ളൂ. അതുപോലെ 1.5 ഗ്രാമിൻ്റെ വരുന്നുണ്ട് അതിൽ തന്നെ, 1.5 ഗ്രാമിൻ്റെ. അതുപോലെ 3 ഗ്രാമിൻ്റെ ഒരു വെറൈറ്റി വർക്ക് നോക്കി നിങ്ങൾ, 3 ഗ്രാം. ഓക്കെ, 3,250. എന്താ രസമല്ലേ? സൂപ്പർ ഡിസൈൻ, അടിപൊളി സാധനം കേട്ടോ. അതുപോലെ തന്നെ 2 ഗ്രാമിൽ 70 മില്ലിൻ്റെ ഒക്കെ ഒരു സാധനം വരുന്നത്, 700 മില്ലി. ഓക്കെ, ഇതാ മോൾഡിങ് വർക്ക് വരുന്ന സാധനം. അത് കഴിഞ്ഞിട്ടായിട്ട് പോകുന്നത് എവിടെ അറിയോ? ഈ ഒരു സെറ്റിലേക്കാണ്. ഈ സെറ്റിലേക്ക് പോകുമ്പോൾ ഫസ്റ്റ് കാണുന്ന ഈ സാധനം 3 ഗ്രാം 700 മില്ലി വരുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ ഇപ്പുറമുള്ളത് ഇതും വരുന്നത് 3 ഗ്രാമിൻ്റെ കണ്ട, 3 ഗ്രാം. അത് കഴിഞ്ഞിട്ട് ഇത് വരുന്നത് എത്ര അറിയോ? 3 ഗ്രാം 60 മില്ലി. 3ൻ്റെ മങ്ങലൊന്നും വെച്ചില്ല, അത്രയും 3 ഗ്രാം കളക്ഷൻസ്. ഇത് 2 ഗ്രാം 900 മില്ലി. അതുപോലെ ഇത് വരുന്ന 3 ഗ്രാം എത്രയാ? 4 ഉണ്ടാവും തോന്നുന്നല്ലോ, ഇല്ല 3,980. അതുപോലെ ഇത് കണ്ട ഇതൊക്കെ വരുന്നുള്ള 2 ഗ്രാമിലാണ് ഈ കളക്ഷൻസൊക്കെ. 2 ഗ്രാം കണ്ട, 1 2 3 4 വെറൈറ്റി ഡിസൈൻ കണ്ട. 2 ഗ്രാം, ഓൺലി 2 ഗ്രാം. ഓക്കെ, നെക്സ്റ്റ് ഒരു വെറൈറ്റി സാധനം. ഇത് തൂക്കം കുറവേ ഉണ്ടാവും, 1 ഗ്രാം ഉണ്ടാവും തോന്നി, സോറി 3 ഗ്രാം 700 മില്ലി ഉണ്ട്. ഇതിൻ്റെ തൂക്കം എന്താ പറയുക? ഈ സാധനം നല്ല വെയിറ്റ് ഉണ്ടാവും. ഇവിടെ വരുന്ന ഗോൾഡ് ഉണ്ടല്ലോ, ഇത് നല്ല വെയിറ്റ് ഉള്ളത് കൊണ്ടാണ് അത്ര പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ കളക്ഷൻസിൽ ആദ്യത്തെ പാഡിൽ ഇങ്ങനത്തെ കളക്ഷൻസ് ആണെങ്കിൽ നെക്സ്റ്റത്തെ പാഡിൽ ഇങ്ങനത്തെ കളക്ഷൻസ് ആയിരിക്കും, ടെൻഷൻ ഉണ്ടാവും. ഈ നെക്സ്റ്റ് കാണുന്ന ഐറ്റംസ് ആണ് ഇന്നത്തെ പൊളി രാജാക്കന്മാർ എന്നൊക്കെ നമ്മൾ പറയുന്നില്ല, അതുപോലത്തെ സാധനമാണ് എനിക്ക് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇത് ഈ ഒരു സെറ്റിലേക്ക് കിടക്കാം. ഈ സെറ്റിൽ കിടക്കുമ്പോൾക്ക് 1 2 3 വ്യത്യസ്തമാർന്ന കളറിൽ വരുന്ന സ്റ്റോണുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. റെഡ്,
അതുപോലെ തന്നെ ഗ്രീന്, അതുപോലെ തന്നെ ബ്ലാക്ക്, 3 വെറൈറ്റി സാധനം. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കറുപ്പിന് 7 അഴുകെന്ന് പറയുന്ന പോലെ എനിക്ക് എപ്പോഴും ഇഷ്ടം ബ്ലാക്കിനോടാണ്. അത് പ്രത്യേകം നിങ്ങൾ ഒന്ന് നോക്കിയാൽ മതി. ബ്ലാക്കിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആദ്യം കാണുന്ന ഈ ഒരു ബ്ലാക്ക് തന്നെ നമുക്ക് ചൂസ് ചെയ്യാം. ഈ ബ്ലാക്കിൽ നമുക്കിത് നമ്മളെ റുക്കുവിനെ ഒന്ന് ഇട്ടിട്ട് നോക്കാം. ഓക്കെ. റുക്സാന വരുമ്പോൾ ഇതാ എങ്ങനെയുണ്ടെന്ന് നോക്കിയാൽ പൊളിയല്ലേ, അടിപൊളിയല്ലേ. എത്ര വെയിറ്റ് വരുന്ന അറിയാം എനിക്കത്? 4 ഗ്രാം, അതായത് അരപ്പവന് വരുന്നുണ്ട്. ഡെയിലി വരായിട്ട് ഇടാൻ പറ്റും. കെയർ ചെയ്തെങ്കിലും ഒരു കുഴപ്പം വരാല്ല. കെയർ ചെയ്തെങ്കിൽ ഇത് വീണ്ടും വീണ്ടും പറയുന്നത്, കെയർ ചെയ്തില്ലെങ്കിൽ എന്ത് സാധനം നിൽക്കാല. അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് നോക്കി, അടിപൊളിയല്ല. ഈ ചെയിനെല്ലാം അത്ര സ്ട്രോങ്ങും സ്ട്രെങ്ത്തുള്ള ചെയിനിന് വരുന്നുണ്ട് കേട്ടോ. അടിപൊളി സാധനം, നല്ല ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ്. അതിൽ തന്നെ നമുക്ക് റെഡ് കളർ വരുന്നുണ്ട്. അപ്പോൾ ഇനി ബ്ലാക്ക് എനിക്കിഷ്ടമൊന്നുമില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഇത് ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും. ഈ ഒരു കളർ അങ്ങനെ വരുമ്പോൾ ഇതെടുക്കാം. സെയിം തൂക്കം തന്നെ വരുന്നുള്ളത്. അത് കഴിഞ്ഞിട്ടായിട്ട് അതിൻ്റെ തന്നെ പച്ച കളർ വരുന്നുണ്ട്. പച്ച ഗ്രീൻ കണ്ട, ഗ്രീന് കണ്ട. ഈ ബ്ലാക്ക് വെച്ചോ, ഇരിക്കട്ടെ, ഒരു വൈക്ക് പോകുന്നില്ലേ, ഇരിക്കട്ടെ അതുകൂടി. ഓക്കെ. എങ്ങനെയുണ്ട് നോക്കിയേ, അടിപൊളിയല്ലേ. എനിക്ക് തോന്നുന്നത് ഇവളെ കയ്യിൽ വെച്ചിട്ടാകുമ്പോൾ ഇച്ചിരി കൂടി ഭംഗി വർദ്ധിച്ച പോലെ ഫീൽ ആകുന്നുണ്ടല്ലേ. മാഷാ അല്ലാ, നല്ല ഉണ്ട്, അടിപൊളി സാധനം. ഇനിയിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഈ സാധനത്തിനൊന്നല്ല ഇത്ര ഹൈലൈറ്റ് കൊടുത്തിട്ടുള്ളത്. കൊടുത്ത സാധനം ഇവിടെ കിടക്കുകയാണ്, അതിലേക്ക് നമുക്ക് പോവാം. അതേത് സാധനം പറഞ്ഞാൽ ഈ ഒരു 3 ഐറ്റംസാണ്. അതുപോലെ ഇവിടെ കാണുന്ന ഈ 2 ഐറ്റംസ്, അതുപോലെ ഇവിടെ കുറച്ച് കളക്ഷൻസ് കാണാൻ പറ്റും നിങ്ങൾക്ക്. അതൊക്കെയാണ് ഇന്നത്തെ ഹൈലൈറ്റ് ആയിട്ടുള്ള കളക്ഷൻസ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തുടക്കം കുറിക്കാം. ഓക്കെ. ഫസ്റ്റ് കാണുന്ന ഇത് കണ്ട നിങ്ങൾക്ക് 3 വേറെ വേറെ ആയിട്ട് കളക്ഷൻസ്. 3 ഗ്രാം 900 മില്ലി, 3 ഗ്രാം 910 മില്ലി, ഇത് 4 ഗ്രാം വരുന്നുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഒരു മോൾഡിങ് ടൈപ്പിൽ വരുന്നുണ്ട്, പക്ഷെ നല്ല രസമാണ്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് റുക്കോ ഇല്ലിട്ട് പോലെ വെച്ച കഴിക്കാൻ നോക്കിയേ, എന്ത് രസം നോക്കിയല്ലേ, അടിപൊളിയല്ലേ. ഒരു വെറൈറ്റി സാധനം, എന്തോ ലുക്കിപ്പാ, മാഷാ അല്ലാ, അടിപൊളി സാധനം, നല്ലുണ്ട്. അതിൻ്റെ തന്നെ തൊട്ടടുത്ത് വേറൊരു കളക്ഷൻസ് കൂടി ഞാൻ വെച്ച് നോക്കുന്നുണ്ട്. നോക്കിയതാ എന്ത് രസം നോക്കിയാൽ, അടിപൊളിയല്ലേ, നല്ലുണ്ട്. മോൾഡിങ് എന്താ ഇനി ഫിനിഷിംഗ് ആണ് പ്രത്യേകം പറയേണ്ട കാര്യം. നല്ല ഫിനിഷിങ്ങിൽ ഇത്ര നല്ല ലുക്കിൽ ഈ ഒരു സാധനം കിട്ടാമെന്ന് പറയുന്നെങ്കിൽ, അതും നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഒരു 4 ഗ്രാമിൽ എടുക്കാൻ പറ്റുന്നുണ്ടല്ലോ, അതാണ് പ്രത്യേകം പറയേണ്ട കാര്യം. നല്ല രസമാണ് കാണാൻ തന്നെ, നല്ല രസമുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് വീണ്ടും ഒരു കളക്ഷൻസ് കൂടി നമുക്ക് അതിൽ വെച്ച് തരാം. ഇതാ നോക്കി ഞങ്ങളെ ഗ്രീൻ, പച്ച കളർ. ഇതിൻ്റെ കളറിൻ്റെ പേര് എനിക്ക് മറക്കുന്നു. എന്താ ഇതിന് എന്നെന്താ പറയുക, റക്കോ? പർപ്പിൾ. ഇതേതാപ്പോൾ പർപ്പിളിൽ കുഞ്ഞ് പർപ്പിൾ അങ്ങനെ പറയണ. അതിൻ്റെ തന്നെ പർപ്പിളല്ല, പിന്നെ അതിനല്ല എനിക്ക് അങ്ങനെയല്ല പറയാൻ പറ്റും. വൈറ്റല്ല, എന്തോ ലൈറ്റ് ഒരു കളർ. എന്തായാലും നിങ്ങൾ ആ കളറിന് പേര് അറിയാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കൂടി അറിയിച്ചത്. എന്തായാലും ഇതിൻ്റെ പേര് യാതൊരു സംശയം വേണ്ട, പച്ച തന്നെയാണ്, ഗ്രീൻ തന്നെയാണ്. ഓക്കെ, ലൈറ്റ്. പക്ഷേ ഇത് രണ്ടിൻ്റെ പേര് എനിക്ക് ഇത് എന്താ പറഞ്ഞാൽ, ബ്രൗൺ ആണോ? പർപ്പിൾ. ഓക്കെ, പർപ്പിൾ അങ്ങ് പർപ്പിൾ. ലാവൻഡർ എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. എന്തായാലും അടിപൊളിയാണ് സാധനം. കായ്ക്ക് കിട്ടിയിട്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, എനിക്ക് അവളെന്തോ സോപ്പ് അടിക്കാനുള്ള പരിപാടി എന്ന് എനിക്കറിയാം. അതൊന്നുമല്ല, ആക്ച്വലി ഞാൻ ഇതിൻ്റെ സത്യാവസ്ഥ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ആ ഒരു 3 സ്റ്റോണിൻ്റെ സാധനം വെച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നല്ലുണ്ട്. എന്തായാലും ഈ ഒരു കളക്ഷൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും, അതുപോലെ എല്ലാവർക്കും മാച്ച് ആവും എന്ന കാര്യം സംശയം വേണ്ട. അങ്ങനെയാണ് ഇങ്ങനെയുള്ള കളക്ഷൻസ് വന്നിട്ടുള്ളത്, അടിപൊളി സാധനം. ഇനി ഞാൻ നിങ്ങൾക്ക് വീണ്ടും ഒരു 2 സെറ്റ് കൂടി കാണിച്ചു തരാൻ പോകുന്നുണ്ട്, ഒരു വെറൈറ്റി 2 സെറ്റ്. എന്താ പറഞ്ഞാൽ അതിൻ്റെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ അതൊരു സ്പെഷ്യൽ തന്നെയാണ്, പൊളിയാണ്. എന്താ ഇതാ ഈ സാധനം കണ്ടല്ലേ നിങ്ങൾ, ഈ 2 സാധനം ഓക്കെ, പച്ചും ഇതേതാ കളറ്, പിങ്ക് അല്ലേ. ഡെലിവറി ആയിട്ട് ഇടാം, കുഴപ്പമൊന്നും വരല്ല. കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ വെച്ച മോളെ നോക്കൂ, എന്താ രസം നോക്കിയല്ലേ, അടിപൊളി സാധനം. അതിൻ്റെ തന്നെ ഗ്രീന് വരുന്നുണ്ട് കേട്ടോ, അതിൻ്റെ തന്നെ ഗ്രീന് വരുന്നുണ്ട്. ഇതാ അതിൻ്റെ തന്നെ ഗ്രീൻ, 2 കൊണ്ട് 4 ഗ്രാമാണ് ഒരെണ്ണം വരുന്നുള്ളതല്ലേ. നോക്കട്ടെ, തൂക്കം മാറിപ്പോണ്ട്. അതിന് 4 ഗ്രാം, യെസ്, അരപ്പവൻ.
അടിപൊളി സാധനം കേട്ടോ, നല്ലുണ്ട്, നല്ല ക്യൂട്ടായിട്ടുള്ള കളക്ഷൻസ്, അടിപൊളി സാധനം. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ 1 ഗ്രാമിൻ്റെ ഒരു കളക്ഷൻസ് കൂടി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ പറയുക, ഈ 2 ചെയിൻ ഉണ്ടല്ലോ, ഈ ചെയിൻ നല്ല സ്ട്രെങ്ത്തുള്ള ചെയിനാണ്, ഡാമേജ് വരാല. പക്ഷേ ഇവിടെ സ്റ്റോണും കാര്യമുള്ളത് കൊണ്ട് നിങ്ങൾ കെയർ ചെയ്യേണ്ടി വരും, വീണ്ടും പറയേണ്ടി വരുന്നത് കെയർ ചെയ്യേണ്ടി വരും. കെയർ ചെയ്തെങ്കിൽ എന്താവില്ല, കുറേ നാളത് യൂസ് ആവും. ഓക്കെ, അത് കഴിഞ്ഞിട്ടായിട്ട് നമുക്ക് നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് ഇവിടെ കാണുന്ന ഈ ഒരു 2 കളക്ഷൻസ്. ഈ സാധനം കണ്ട 1 ഗ്രാം 200 മില്ലി ഈ സാധനം ഉള്ളൂ. ഡെയിലി വെറൈറ്റി ഇടാൻ പറ്റില്ല, കൺഫേമാണ്, ഡെയിലി വെറൈറ്റി ഇടാൻ പറ്റില്ല, ഗിഫ്റ്റ് കൊടുക്കാനേ പറ്റും. ഓക്കെ, അങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾ കൊടുക്കുന്നത്. ഞങ്ങൾ വരുന്ന ഓരോ കസ്റ്റമറിനോടും ഇത് ഇന്ന സാധനമാണ്, ഇങ്ങനെയാണ് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കറക്റ്റ് കൺഫേം ആക്കിയിട്ട് അതിൻ്റെ സത്യാവസ്ഥ, നിജസ്ഥിതി എന്ന് വേണമെങ്കിൽ പറയാം, അതിന് കറക്റ്റ് കൺഫേം ആക്കിയിട്ട് കൊടുക്കുന്ന സാധനം. 1 ഗ്രാം 200 മില്ലി എന്തുകൊണ്ട് വേറെ തന്നെയാണ്, ഗിഫ്റ്റ് കൊടുക്കാനും. ഓക്കെ, അതുപോലെ പാർട്ടി വെറൈറ്റി യൂസ് ചെയ്യാനും ഈ സാധനം പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഈ ഒരു സാധനം കണ്ട എങ്ങനെയുണ്ടോ ഈ കളക്ഷൻസ്, അടിപൊളിയല്ലേ. 2 ഗ്രാം 500 മില്ലി ഉള്ളു, പക്ഷേ കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ നന്നായിട്ട് യൂസ് ആക്കാൻ പറ്റും. 2 ഗ്രാമിന് എന്തല്ലേ, 2.5 ഗ്രാം. ഓക്കെ, 2 ഗ്രാമിന് എന്തുകൊണ്ടൊരു വേർത്ത് തന്നെയാണ് ഈ സാധനം, അടിപൊളി സാധനം കേട്ടോ. പിന്നെ ഇനി ഇത് വെച്ചില്ല എന്ന് വേണ്ട, അതിന് റുക്ക് ചൊടിക്കണ്ട, ഇത് കൂടി വെച്ചോ. 1 ഗ്രാം 2.5 ഗ്രാം, 1 ഗ്രാം 2.5 ഗ്രാം, 2.5 ഗ്രാം 1 ഗ്രാം, അങ്ങനെയുള്ള 2 കളക്ഷൻസ്. ഓക്കെ, അടിപൊളി സാധനം. അത് കഴിഞ്ഞിട്ടായിട്ട് നമുക്ക് ഇവിടത്തേക്ക് വരാം. ഇവിടത്തേക്ക് വരുമ്പോൾ ഇവിടെയും കുറേ സ്പെഷ്യൽ കളക്ഷൻസ് ഉണ്ട്. ബ്ലാക്ക് സ്റ്റോൺ അടിപൊളിയല്ലേ, ബ്ലാക്ക് സ്റ്റോൺ എങ്ങനെയുണ്ട് നോക്കല്ലേ വെച്ചിട്ട്, നല്ല സ്ട്രോങ്ങും സ്ട്രെങ്ത്തുള്ള സാധനം, അടിപൊളി സാധനം, ഡാമേജ് ആവേല, ഉറപ്പാണ്. കെയർ ചെയ്തെങ്കിൽ എത്ര കാലം വേണമെങ്കിൽ യൂസ് ആക്കാം. തൂക്കം എന്ന് പറഞ്ഞെങ്കിൽ 6 ഗ്രാം ഉണ്ട്, അതായത് 3/4 പവന് വരുന്നുണ്ട്. ഓക്കെ, 3/4 പവന് എന്തുകൊണ്ട് വേർത്ത് തന്നെയാണ്, നല്ലതുണ്ട്. കുറേ പിന്നെ മോഡലെല്ലാം കണ്ട ആൾക്കാർക്ക് ഇങ്ങനത്തെ മോഡൽ കാണുമ്പോൾ ഇത് മതിയെന്ന് തോന്നുന്ന ഒരു ഐറ്റംസ്. അതിൻ്റെ തന്നെ ഗ്രീൻ സ്റ്റോൺ വരുന്നുണ്ട്, വേറൊരു ടൈപ്പ്. ഇത് 3.5 ഗ്രാമേ തൂക്കമുള്ളൂ, ഡെയിലി വെറൈറ്റി ഇടാൻ പറ്റും. ഓക്കെ, ഡെയിലി വെറൈറ്റി ഇടാൻ പറ്റും, നല്ലതുണ്ട്, അടിപൊളി സാധനം, അടിപൊളി സാധനം. അതിൽ തന്നെ വേറൊരു കളർ വരുന്നുണ്ട്, ഒരു സ്പെഷ്യൽ കളറ്, 3.5 ഗ്രാം തൂക്കം വരുന്നുണ്ടല്ലേ, 3.5 ഗ്രാം തൂക്കം വരുന്നുണ്ട്. നോക്കിയാൽ അടിപൊളി. അപ്പോൾ ഈ ഒരു 3 സാധനം കൂടി ഞാൻ ഇങ്ങനെ കാണിച്ചു തന്നെ. ഇനി കാണിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞെങ്കിൽ ഇന്നത്തെ വേറെ ഒരു സ്പെഷ്യൽ കളക്ഷൻസ് ഇതാ, 1 2 3 4 5 6 ഈ 6 സാധനം കണ്ടില്ലേ. ഇതെന്ന് പറഞ്ഞാൽ ഇതിൽ നമുക്ക് 1 ഗ്രാമിലും ഈ കളക്ഷൻസ് വരുന്നുണ്ട്, 1 ഗ്രാമിലും വരുന്നുണ്ട്. ഞാൻ 2-3 ഡേയ്സ് മുമ്പ് എടുത്ത വീഡിയോയിൽ അതുണ്ട്. ഓക്കെ, പക്ഷേ ഇത് അങ്ങനെയല്ല, അതിൻ്റെ കട്ടിയുള്ള സാധനം, അതിൽ തന്നെ കട്ടി വരുന്നത്, അതായത് അരപ്പവൻ്റെ അടുത്ത് തൂക്കം വരുന്നുണ്ട്. ഈ സാധനം 3 ഗ്രാം 400 മില്ലി ഉണ്ട്. ഈ സാധനം പറയുമ്പോൾ 4 ഗ്രാമിൻ്റെ ഉണ്ടാവുമല്ലോ, 4 ഗ്രാം അരപ്പവൻ വരുന്നുണ്ട്. ഇത് പറയുമ്പോഴേക്ക് 3 ഗ്രാം 600 മില്ലി, ഇത് പറയുമ്പോഴേക്ക് 4 ഗ്രാം 200 മില്ലി, ഇത് പറയുമ്പോഴേക്ക് 4 ഗ്രാം ഇതും വരുന്നുള്ളത് 3 840 അങ്ങനെയാണ് ഇത് വരുന്നുള്ളത്. റുക്കു ഒന്ന് ഇത് വെച്ച മോളെ, കണ്ട ഡിസൈൻ നോക്കിയാൽ ഇങ്ങനെ യൂസ് ആക്കാൻ പറ്റും, ഇങ്ങനെ യൂസ് ആക്കാൻ പറ്റും അല്ലേ, 2 ടൈപ്പിൽ നമുക്ക് യൂസ് ആക്കാം. അതിൻ്റെ തന്നെ ബ്ലാക്ക് സ്റ്റോൺ നോക്കിയാൽ, ബ്ലാക്ക് സ്റ്റോൺ അരപ്പവനാണ് 2 വരുന്നത്. അതിൽ സിംഗിൾ സ്റ്റോൺ വരുമ്പോൾക്ക് നമുക്ക് വെയിറ്റ് കുറവിൽ കിട്ടും, സിംഗിൾ സ്റ്റോൺ വരുമ്പോൾ വെയിറ്റ് കുറവിൽ കിട്ടും. അതും കൂടി ഞാൻ വെക്കുന്നത്. നല്ല കട്ടിയുണ്ട് കേട്ടോ, നല്ല കട്ടിയുണ്ട്, നല്ല അടിപൊളി സാധനം കേട്ടോ, റൈറ്റ് സാധനം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആന വലിച്ചിങ്ങ് പൊട്ടേരാന്ന്, ആ ഒരു സാധനം ചോദിക്കും എല്ലാവരും. അതാണ് ഈ സാധനം കണ്ടില്ലേ, ആന വലിച്ചിങ്ങ് പൊട്ടേരാറ്. ഓക്കെ, 3 ഗ്രാം ഇത് തൂക്കമുണ്ട്. കാരണം ഇത് പറയാൻ കാരണം എന്താ പറയുക, ഈ ചെയിനാണ്, ഈ ചെയിൻ നല്ല ചെയിനാണ്, നല്ല സ്ട്രോങ്ങുള്ള ചെയിൻ, അങ്ങനെ ഡാമേജ് ഒന്നും വരാമല്ലോ ഒരിക്കലും. കെയർ ചെയ്യേണ്ടി വരും, എന്ത് സാധനമെങ്കിലും. ആന വലിച്ചെങ്കിലും നല്ല മനുഷ്യന്മാർ വലിച്ചെങ്കിൽ പൊട്ടും, പക്ഷെ അത് കെയർ ചെയ്തെങ്കിൽ എന്താവാലോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ കളക്ഷൻസ് പറയുമ്പോഴേക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ സിമ്പിളായിട്ട് ഓരോന്ന് നമ്മൾ റുക്കുവിൻ്റെ വെച്ചിട്ട് കാണിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു റുക്കു കളക്ഷൻസ് എല്ലാം? അടിപൊളിയാണ്. അത് ക്യാമറ നോക്കി, ക്യാമറയില്ലേ. ഓക്കെ, അപ്പോൾ റുക്സ് ചാനലിൽ ഓരോന്ന് വെച്ചിട്ട് നമ്മൾ ഇന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. നല്ലതുണ്ട് നമ്മളെ കളക്ഷൻസ് എന്ന് ഞങ്ങൾ വിചാരിക്കുകയാണ്. കറക്റ്റ് നിങ്ങളാണ് അഭിപ്രായം പറയേണ്ടത് അല്ലേ, നിങ്ങളാണ് ഇതിൻ്റെ അഭിപ്രായം പറയേണ്ടത്, എങ്ങനെയുണ്ടായിരുന്നു, ഏതാണ് നല്ലത്. അതുപോലെ 1 2ൻ്റെ കളർ ഞങ്ങൾക്ക് ഓർമ്മയില്ല, നിങ്ങളത് കമൻറ്റിലൂടെ പറയുക, ഇന്ന സാധനം നല്ല രസമുണ്ട്, ഇന്നതാണ് അതിൻ്റെ കളർ എന്നൊക്കെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇങ്ങനെയുള്ള വെറൈറ്റി കളക്ഷൻസും വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ വരാം. ഓക്കെ, ബൈ, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ. സെറ്റല്ലേ?